അല്ല, അന്ന് ഞാൻ സൂചിപ്പിച്ചത് ഞാൻ ചോദിക്കട്ടെ, അന്ന് 2007-8 സേലം ഡിവിഷൻ പോയി. ഞങ്ങൾ ഹർത്താൽ നടത്തി, അങ്ങനെയല്ല. അതിനോടനുബന്ധിച്ച് അന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത്രയും റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്ത് പോയി, സേലം ഡിവിഷൻ്റെ ഭാഗമായി, വരുമാനം കുറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് അനുവദിച്ച തുക വെട്ടിക്കുറച്ചു. കാരണം മാനദണ്ഡം അതായിരുന്നു. UPA കോൺഗ്രസിൻ്റെ മാനദണ്ഡം, റെയിൽവേ വികസന രംഗത്ത് കോൺഗ്രസിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെയാണ്. ഏത്? അത് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇന്ന് അതല്ല. ഓരോ ഡിവിഷനിലും എന്താണോ ആവശ്യമുള്ളത് അത് അനുവദിക്കുക. ഓരോ സംസ്ഥാനത്ത് എന്താണോ യാത്രക്കാർക്ക് ആവശ്യം, വികസന രംഗത്ത് എന്താണോ ആവശ്യം, അത് അനുവദിക്കുക എന്നുള്ളതാണ്. അവിടെ വികസനത്തിൻ്റെ കൺസെപ്റ്റ് കോൺഗ്രസിൽ നിന്ന് CPM വ്യത്യസ്തമാണ്. BJPയുടേത്, നരേന്ദ്രമോദിയുടേത്. അല്ലേ, റെയിൽവേൻ്റെ അക്കൗണ്ട് അറിയോ നമുക്ക്? റെയിൽവേക്ക് ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ. ചരക്ക് നീക്കം ഇവിടുന്ന് കുറച്ച് കുറഞ്ഞു വിചാരിച്ചോ. അപ്പുറം ഈ മൈസൂർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കേൻ്റെ ഭാഗമൊന്നുമല്ലല്ലോ, ഇന്ത്യൻ റെയിൽവേൻ്റെ ഭാഗമല്ലേ. ഇപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടാൽ അപ്പുറത്ത് കൂടും. ഇതൊക്കെ ഇന്ത്യൻ റെയിൽവേയുടെ വരുമാനമാണ്. നമ്മളെന്തിനാ പാലക്കാട് ഡിവിഷൻ? ഇപ്പം ഉദാഹരണം, നമ്മൾക്ക് നഷ്ടം വന്നു, എന്നാൽ ഇത് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്കാണ് പോകുന്നതെങ്കിൽ ആയിക്കോട്ടെ. സാധാരണ രീതിയിൽ റെയിൽവേക്ക് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടാൽ റെയിൽവേക്ക് അപ്പുറത്ത് കിട്ടും, അല്ലെങ്കിൽ മറ്റൊരു ഡിവിഷനിൽ കിട്ടും. നമുക്കാകെ പ്രശ്നം എന്താ? നമുക്ക് പ്രശ്നം ഈ ഡിവിഷനിൽ യാത്രക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ? യാത്രാ സൗകര്യങ്ങൾ കുറയുമോ? ഇന്ന് അനുഭവിക്കുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമോ? ഞങ്ങൾ പറയുന്നു, ഇത് നിഷേധിക്കപ്പെടില്ല എന്ന് മാത്രമല്ല, അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇപ്പം നമ്മുടെ യാത്രക്കാർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണുള്ളത് അതിന് 10 മടങ്ങ് സൗകര്യം ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഉറപ്പ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പാലക്കാട് ഡിവിഷൻ്റെ വരുമാനത്തിൻ്റെ തോതനുസരിച്ചല്ല, അല്ലെങ്കിൽ തിരുവനന്തപുരം ഡിവിഷൻ്റെ തോതനുസരിച്ചല്ല ഈ 3300 കോടി നിശ്ചയിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ 3300 കോടിയിൽ നമുക്ക് 1600 കോടിയിലധികം നമുക്ക് പാലക്കാട് ഡിവിഷൻ കിട്ടിയിട്ടുണ്ട്. ഈ 1600 കോടിയും നമ്മുടെ പാലക്കാട് ഡിവിഷൻ്റെ വരുമാനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവിടെ ആവശ്യം എന്താ? നമുക്ക് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കണം. നിശ്ചയിച്ചു. അതിൽ കോഴിക്കോട് വിമാനത്താവളത്തെ തുല്യമാക്കണം, 460 കോടി. ആ 460 കോടിയും ഈ പാലക്കാട് ഡിവിഷൻ്റെ വരുമാനവും തമ്മിൽ എന്താ ബന്ധം? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒറ്റ കാര്യം പറയും. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളായതുകൊണ്ട് നിങ്ങളൊരു റിസർച്ച് നടത്തണം. ഞാൻ കേരളം മൊത്തം ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ കേരളം മൊത്തം ആയിക്കോട്ടെ. സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിൽ ഓരോ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ കൂട്ടിക്കോ, ഓരോ റെയിൽവേ സ്റ്റേഷനിലും UPA കോൺഗ്രസ് ആണല്ലോ കൂടുതൽ ഭരിച്ചത്, കോൺഗ്രസ് CPM ഭരിച്ചല്ലോ. ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി എത്രയാണ് കൊടുത്തത്? നിങ്ങൾ അവിടെ ഒന്നും പോകണ്ട. നിങ്ങൾ ഈ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ നവീകരണ പദ്ധതിയാണ് ABSS. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ, പിന്നെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ, മാഹി റെയിൽവേ സ്റ്റേഷൻ, പിന്നെ വടകര റെയിൽവേ സ്റ്റേഷൻ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം ഒരു 2 കോടിയിലധികം തുക ഒറ്റത്തവണയായിട്ട് ഇവിടെ എവിടെയെങ്കിലും അനുവദിച്ചിട്ടുണ്ടോ ഇവരുടെ കാലത്ത്? ഇപ്പം അനുവദിച്ചെത്തിയാണെന്നറിയോ? 20 കോടി മുതൽ 58 കോടിയാണ്. 20 കോടി മുതൽ 58 കോടി. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഒരു 5.5 പതിറ്റാണ്ടുകാലം രാജ്യം ഭരിച്ച കോൺഗ്രസ് നമ്മുടെ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി 25 ലക്ഷം, 16 ലക്ഷം, 8 ലക്ഷം, 2 ലക്ഷം, 1,14,000 ഇങ്ങനെ അനുവദിച്ച്. അതുകൊണ്ടാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ കണ്ടിരിക്കും, രാമേശ്വരത്തെ ക്ഷൗരം പോലെയാണ് റൂഫ്. ഒരു 1.5 മീറ്റർ റൂഫ് ഒരു സ്ഥലത്ത്, അതിന് കുറച്ച് അകലത്ത് ഒരു 75 സെൻറ്റിമീറ്ററുള്ള റൂഫ്. കാരണം എന്താ? അന്നെങ്ങനെയാണെന്നറിയോ? അന്ന് ഡിവിഷന് വേണ്ടി ഒരു പൈസ അനുവദിക്കും. അത് ആകെ എത്ര സ്റ്റേഷനുണ്ട് അതിന് വേണ്ടി വീതിക്കും. വീതം വെച്ചിട്ട് പറയും നിങ്ങൾ ഇന്ന പണിക്ക് വേണ്ടി ഇത് ഉപയോഗിച്ചോ. അപ്പോൾ ചില ആൾക്കാർ 1.5 മീറ്റർ റൂഫ് പണിയും. അതുകൊണ്ട് രാമേശ്വരത്തെ ക്ഷൗരം പോലെ. ഇപ്പോൾ ABSS സ്കീമിൽ നിങ്ങൾ നോക്ക്,
എൻഡ് ടു എൻഡ് ആ റൂഫ്, ലിഫ്റ്റ് ഉണ്ട്, എസ്കലേറ്റർ ഉണ്ട്, ഇരിക്കാൻ സൗകര്യമുണ്ട്, വെളിച്ചമുണ്ട്, വെള്ളമുണ്ട്, നമുക്ക് ഡിജിറ്റൽ ബോർഡുകളുണ്ട്. ഇതും ഈ ഡിവിഷൻ്റെ വരുമാനം തമ്മിൽ എന്താ ബന്ധമുള്ളത്? മംഗലാപുരത്തും തുടങ്ങുന്ന ഒരു ട്രെയിനിന്റെ കാര്യങ്ങൾ ഇതുവരെയും തീരുമാനിക്കാനുള്ള അവകാശം പാലക്കാട് ഡിവിഷനാണ്. അപ്പോൾ ഇനി വരാൻ വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മൈസൂർ ഡിവിഷൻ ആയിരിക്കില്ല ആ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇന്നത്തെ നിയമം അനുസരിച്ച് ചിലത് ഡിവിഷൻ തീരുമാനിക്കും, ചിലത് സോൺ തീരുമാനിക്കും, ചിലത് കേന്ദ്രം തീരുമാനിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പാലക്കാട് ഡിവിഷൻ തീരുമാനിച്ചാൽ എന്താ, തിരുവനന്തപുരം ഡിവിഷൻ തീരുമാനിച്ചാൽ എന്താ, ഇനി സൗത്ത് വെസ്റ്റേൺ റെയിൽവേ തീരുമാനിച്ചാൽ എന്താ, മൈസൂർ ഡിവിഷൻ തീരുമാനിച്ചാൽ എന്താ? നമുക്ക് ആവശ്യം, നമ്മുടെ ആവശ്യങ്ങൾ ലഭിച്ചാൽ പോരെ? ഇനിയിപ്പം നിങ്ങൾ പറഞ്ഞോ എന്തെങ്കിലും നമുക്ക് ഇനി ഭാവിയിൽ ഇനി ഞങ്ങൾ ഇനി മംഗലാപുരം പാലക്കാടിനോടൊപ്പം ചേർന്നാലോ അല്ലെ പാലക്കാട് നിന്ന് മാറ്റിയാലോ എന്തോ ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലും നമുക്ക് നിലവിൽ അനുഭവിക്കുന്ന എന്തെങ്കിലും ആനുകൂല്യം നിങ്ങൾക്ക് നാളെ നഷ്ടപ്പെട്ടാൽ അന്ന് പറയാം, നിങ്ങൾ അന്ന് പറയാം. അപ്പോൾ ഞാൻ ചോദിക്കുക, റെയിൽവേ എന്തായാലും റെയിൽവേയാണ് തീരുമാനിക്കുന്നത്. ഈ നമ്മുടെ റെയിൽവേയിൽ നിന്ന് പുറത്തുള്ള ആരും റെയിൽവേൻ്റെ കാര്യം ഇപ്പോൾ തീരുമാനിക്കുന്നില്ല, ഇനി ഭാവിയിലും തീരുമാനിക്കില്ല. അതെ, അത് ഞങ്ങളുടെ ഞങ്ങൾക്ക് താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ വികസിത കേരളം എന്നുള്ള ഒരു സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി. കേരളത്തിൻ്റെ റെയിൽവേ വികസന രംഗത്ത് എന്താണോ വേണ്ടത് അതൊന്ന് അടിസ്ഥാന രംഗത്തെ വികസനം ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. മാത്രം ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ടും ഈ വികസിത കേരളം നടപ്പാക്കാൻ സാധിക്കും എന്ന് ഞാൻ തീരുമാനിച്ചത്. ഞങ്ങൾ എല്ലാ മന്ത്രിമാരും കണ്ടു. ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ കൊടുത്ത നിവേദനം കാണിച്ചു തരാം. ഞങ്ങൾ അടിസ്ഥാന സൗകര്യത്തിന് വികസനം ആദ്യം കൊടുത്തത് 2 പുതിയ തീവണ്ടികളെക്കുറിച്ച്, പുതിയ കോച്ചുകൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച്, നമ്മുടെ യാത്രക്കാർക്ക് എന്താണോ ആവശ്യം അത് ഞങ്ങൾ ഓൾറെഡി അവതരിപ്പിച്ചിട്ടുണ്ട്, ഇനിയും അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിലമ്പൂരിനൊക്കെ ഷൊർണൂരിൽ നിന്ന് ഞാൻ PACയുടെ ചെയർമാനായ സമയത്താണ് നമ്മുടെ ഈ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൻ്റെ ആ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ഇപ്പം എൻ്റെ ഒരു പരിമിതമായ, ഞാൻ വലിയ PAC ചെയർമാൻ എന്നുള്ളവർക്ക് വലിയ ചുമതലയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചെറിയ ആ ഒരു പരിമിതമായ ഒരു ചുമതല വഹിച്ചുകൊണ്ട് കേരളത്തിലെ 35 സ്റ്റേഷനുകൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്.